ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വൃശ്ചിക ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് ഓച്ചിറയിൽ. ഓച്ചിറയിൽ വരുന്ന ഭക്തജനങ്ങളോട് KSRTC കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. കഴിഞ്ഞ എല്ലാ മിനിമം ചാർജായ 10 രൂപ എന്നുള്ളത് സ്പെഷ്യൽ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് 13 രൂപ ഈടാക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ ഓച്ചിറയിൽ ഈ വരുന്ന 12 ദിവസം വൃശ്ചികോത്സവത്തിൽ ഈ ഓച്ചിറയിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കാൻ വരുമ്പോഴാണ് സ്പെഷ്യൽ സർവീസ് എന്നും പറഞ്ഞ് KSRTC 13 രൂപ ചാർജ് ഈടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വരുന്ന ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ശബരിമലയാവട്ടെ പമ്പയാവട്ടെ ഇത്തരം ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ ഭക്തജനങ്ങൾ പോകുമ്പോൾ മിനിമം ചാർജ് എന്ന് പറഞ്ഞ് അധിക ചാർജ് ഈടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ 13 വെച്ച് മേടിക്കുന്നത് ശരിയായ നടപടിയാണോ? അന്യായമായിട്ട് നമ്മൾ ചോദിച്ചാൽ കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലേ? ആരും ചോദിക്കാനും പറയാനും ഇല്ലേ? അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. സർക്കാർ എന്നുവെച്ചാൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒക്കെ അവർക്ക് ആ ശമ്പളമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. പോയാൽ പറ്റുള്ളൂ, 2 രൂപ 3 രൂപ നമ്മൾ നോക്കുന്നില്ല. അത് നമ്മൾ ചോദിച്ചാൽ കൊടുക്കും, അതുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്, കൂട്ടുന്നത്. അപ്പം അത് ശരിയായ നടപടിയല്ല. ഒരുപാട് ഭക്തജനങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ചില ഭാഗത്തുനിന്നും ബസ്സുകൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. മിനിമം ചാർജ് 13 രൂപ ഈടാക്കുമ്പോൾ ആ ബസ്സൊന്ന് വൃത്തിയാക്കുമോ, ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുമോ, ഒന്ന് കഴുകുമോ, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലും ഇല്ലാതെ ഇങ്ങനെ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുക. അതുപോലെ അതിനേക്കാട്ടി രസമെന്ന് പറഞ്ഞാണ്ട് ഓച്ചിറ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ശബരിമലയ്ക്ക് പോകാനൊരു വണ്ടി പിടിച്ചിട്ടേക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആരും ഏത് പാർട്ടി ഭരിച്ചാലും ശരി, കേരളത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അലങ്കരിച്ച് പുഷ്പങ്ങളൊക്കെ അങ്ങോട്ട് ഭംഗിയാക്കി, അതൊരു കാണാനൊരു ഭയങ്കര ഭംഗിയാണ്. നമുക്ക് KSRTC ബസ് ശബരിമലയിൽ പോകാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് KSRTC പോകാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ പൈസ മാത്രം മതി KSRTCക്ക്. ഒരു ഇതുകൊണ്ട് കാണാൻ ബസ് കിടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ അതിനകത്ത്? ഒരു ശകലം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയോ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ചന്ദനം അവിടെ ഇവിടെയൊക്കെ വല്ല കാക്ക തൂറുന്ന പോലെ വാരി തൂത്തുന്നുണ്ട്. ഇവിടെ ഇതൊന്നുമല്ല വേണ്ട, ഇവിടെ ഒള്ളി പൈസ, എങ്ങനെ കാശുണ്ടാക്കുക, അതാണ് KSRTC നോക്കുന്നത്. പക്ഷേ ഗണേഷ് കുമാർ നല്ലൊരു മിനിസ്റ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പോലും നമ്മളിത് പെടുത്തുക. അദ്ദേഹത്തിൻ്റെ കണ്ണിലെങ്കിൽ ഇത് കണ്ടെന്ന് ചോദിച്ചാൽ ഇതിനെങ്കിൽ ഒരു ഇച്ചിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഓച്ചിറ ക്ഷേത്രം കണ്ടില്ലയോ, സൂചി കുത്താൻ ഇടവില്ലാത്ത രീതിയിൽ ജനങ്ങൾ വന്ന് മറിയുക. അതാണ് ഈ 13 രൂപ മേടിക്കുന്നത്. മാക്സിമം മുതലാക്കുക, അത്രേ ഉള്ളില്ലയോ. ഒരു ലോബിയാണ് അവർ ചെയ്യുന്ന ഒരു എന്തോന്ന്, അല്ലാതെ ഇത് മേൽഘടകത്തിലുള്ള ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ വെച്ച് മേടിക്കാൻ പറഞ്ഞിട്ട് കണ്ടക്ടർക്കും ഡ്രൈവർക്കും എന്തെങ്കിലും അധികം ആനുകൂല്യം ഉണ്ടോ? നിങ്ങൾ സെയിം ജോലി തന്നെ. പൊതുജനങ്ങളെ 13 രൂപ അധികം മേടിക്കുന്നുണ്ട്. ശരി. അതിപ്പം ഈ 12 ദിവസവും ഇങ്ങനെ ശരി. ഇവര് നിങ്ങൾക്ക് ഈ എക്സ്ട്രാ നിങ്ങളെ കറക്റ്റ് ഡ്യൂട്ടി സമയമുള്ളത്. ഈ 13 രൂപ വെച്ച് ഈ ജനങ്ങളിൽ നിന്നെല്ലാം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അധികം ശമ്പളം വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് തരുന്ന ശമ്പളമേ ഉള്ളൂ. ഈ 13 രൂപ സ്പെഷ്യൽ ചാർജ് മേടിക്കുന്നത് അത് ഇത്ര കടുത്ത കൈയാണ്. നമ്മളെ പോലെയുള്ള ഇത്ര ജോലിക്കാർക്കും പ്രായമായവർക്കൊക്കെ അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ കായംകുളത്തുനിന്ന് ഇവിടെ വരുന്നതിന് 17 രൂപ ചാർജ് വേണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് സാധാരണ അവിടെ മണിക്കൂറുകൾ നിന്ന് ഷെഡ്യൂളിൽ മാത്രമേ വരാറുള്ളൂ. നമ്മളങ്ങോട്ടൊക്കെ എപ്പോഴും പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നു. ഇവിടത്തേക്ക് മാത്രമെങ്കിലും ചാർജ് കുറയ്ക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 12 ദിവസം ഓച്ചിറ വരുന്ന ഭക്തജനങ്ങളെ ഈ 13 വെച്ച് മേടിക്കുന്നത്. 13 മാത്രമല്ല, ഇവിടെ വരുന്നതിന് 17 ആണെന്ന്. മിനിമം 13 അവിടെ വരെ വരും. 13 മേളിലോട്ടേ ഉള്ളു പൈസ. APSC വരെ വരും. പിന്നെ 2 പോയിന്റോടെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ നീക്കുകയാണ്. ജനങ്ങളെ ദ്രോഹിച്ചാൽ ജനങ്ങൾ മിണ്ടത്തില്ലെന്നുള്ള ധൈര്യത്തിലാണോ? ആണ്, സംശയമില്ല. അപ്പൊ ഇവര് മേടിക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സും മറ്റുള്ളവരും എല്ലാം അങ്ങനെ ചെയ്തില്ലേ? അറിയാം. പ്രൈവറ്റിലൊന്നും ഇല്ല, പ്രൈവറ്റ് ഡയറക്റ്റ് ഇല്ലല്ലോ. പ്രൈവറ്റ് ഒന്നും അങ്ങനെ വാങ്ങുന്നില്ല. ഇവരെ വലിയ കണക്ക് ചെയ്യുന്ന ചെയ്യുന്നു. അത് വേണമെങ്കിൽ പോയാൽ മതി എന്നാണ് പറയുന്നത് അഭിപ്രായം. അത് ശരിയായ നടപടിയാണോ? അല്ല, അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ ഇങ്ങനെ സ്പെഷ്യൽ ചാർജ് ഏർപ്പെടുത്തുന്നത്. എനിക്ക് എന്തായാലും അതിനോട് അഭിപ്രായം കുറവാണ്. എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ 12 ദിവസം ഈ ശബരിമലയിലേക്കും ഈ ഓച്ചിറ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ എന്നിട്ട് ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒന്നും അധികം കാശൊന്നുമില്ല. അവർ കറക്റ്റ് സമയമാണ്, കറക്റ്റ് ശമ്പളമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ജനങ്ങളെ ഇത് മേടിക്കുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും കൊടുക്കും എന്നുള്ള ധൈര്യം കൊണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഏരിയ നോക്കിയിട്ട്, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെ
ആഘോഷങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പൈസ ഈടാക്കുന്നത്. ഇത്രയുള്ള എനിക്ക് പറയാനായിട്ട്. ഈ തീരുമാനം ജനവിരുദ്ധമായ നിലപാടാണ്. കാര്യം ഇത് മുൻകൂട്ടി തീരുമാനിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞു വേണമായിരുന്നു ഇങ്ങനൊരു സ്പെഷ്യൽ തീരുമാനം എടുക്കേണ്ടത്. 13 രൂപ എന്ന് പറയുന്നത് നിലവിൽ മിനിമം ചാർജിന് വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും യോജിക്കാനൊക്കത്തില്ല, അത് തിരുത്തേണ്ടതാണ്. ഇത് ശരിക്കും തെറ്റാണ്. സർക്കാർ ഒരു ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഇത് ആ 10 രൂപയ്ക്ക് തന്നെ സർവീസ് നടത്തേണ്ടതാണ്. ഇത് ജനങ്ങളെ പിഴിയുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ഷൻ സംബന്ധിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ആനുകൂല്യം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒരു രീതിയിൽ കരം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇരട്ടിക്കാശ് വാങ്ങിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കണ്ണിപ്പൊടി വിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് നിർത്തലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഭഗവാനൊക്കെ തൊഴാൻ പറ്റുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യം നിലവിലുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ശരിക്കും ബാത്റൂമിൽ പോകുന്നതിനുള്ള സൗകര്യങ്ങളില്ല, ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളില്ല. ഇതിനൊക്കെ ചുറ്റുപാടും നിരവധിയായ ഇവിടെ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് ഈ പരബ്രഹ്മത്തെ തൊഴാൻ വരുന്ന ആളുകൾക്ക് വിവാഹം എന്ന് പറയുന്നത് ഈ ഹജ്ജിനൊക്കെ പോകുന്നവരൊക്കെ വെറുതെ ബസ്സിൽ കൊണ്ട് എയർപോർട്ടിലാക്കുന്ന കാര്യമാണ്. അതെ അവർക്കൊക്കെ പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നു. ഈ ഭഗവാനെ പരബ്രഹ്മത്തെ തൊഴാൻ വരുന്നവർക്ക് വേറെ രീതിയിലുള്ള ഒരു അധിക ചുമട് അവർക്ക് കൊടുക്കുകയാണ്. അതിപ്പോൾ ശബരിമലയിലായാലും അങ്ങനെയാണല്ലോ. അതെ, ശബരിമലയിലാണെങ്കിലും ഇരട്ടി ചാർജ് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ പമ്പ സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. അതൊക്കെ ഇരട്ടി ചാർജ് വാങ്ങിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അതൊക്കെ മാറ്റിയിട്ട് സർക്കാരിൻ്റെ സമീപനം മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു വിനീതമായ എൻ്റെ അഭ്യർത്ഥന. ഭക്തജനങ്ങൾ പോകുമ്പോൾ മിനിമം ചാർജ് എന്ന് പറഞ്ഞ് അധിക ചാർജ് ഈടാക്കുന്ന ഒരു കാഴ്ചയാണ്. 13 രൂപ മിനിമം ചാർജ് ഈടാക്കിക്കൊണ്ട് ഭക്തജനങ്ങളിൽ നിന്നും ദ്രോഹിക്കുന്ന, അവരിൽ നിന്നും കാശ് പോക്കറ്റിൽ നിന്നും കൊള്ളയടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ശരിയായ നടപടിയല്ല. തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ 12 ദിവസം വൃശ്ചികോത്സവത്തിന് വരുമ്പോഴാണ് KSRTC മിനിമം ചാർജ് എന്നും പറഞ്ഞ് 13 രൂപ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഈ സാധാരണക്കാരുടെ ജനങ്ങളിൽ നിന്നും പിടിഞ്ഞു മേടിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. സർക്കാർ ഇതിൽ ഇടപെടണം. ഇത്തരം വിഭാഗങ്ങൾ ഈ ഓച്ചിറ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളിൽ നിന്നും ഇത്തരം പൈസ മേടിക്കുന്നത് നിർത്തലാക്കുക തന്നെ വേണമെന്നാണ് ഭക്തജനങ്ങളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും അഭിപ്രായം. കർമ്മ ന്യൂസ് രാമഭദ്രൻ.